5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നന്ദകുമാർ IAS ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും എനിക്കും എങ്ങനെയായിരിക്കും? കേരളത്തിലെ അറിയപ്പെടുന്ന IAS-കാരൻ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, PRD ഡയറക്ടർ, അതിലുപരി നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ്, ജ്യോതിഷ പണ്ഡിതൻ, ഹസ്തരേഖ ശാസ്ത്രജ്ഞൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ TV ചാനൽ അവതാരകൻ, അങ്ങനെ വലിയ നിലയിൽ സെലിബ്രിറ്റിയെ പോലെ കഴിയുന്ന ആളായിരുന്നു നന്ദകുമാർ IAS. അദ്ദേഹത്തെ ഈയിടയ്ക്ക് ഞാനും അദ്ദേഹവുമായി ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനം എങ്ങനെയാണ്? അദ്ദേഹത്തിന് 16/5/2025 മെയ് മാസം 16-ാം തീയതി ബ്രെയിൻ ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവം, തലച്ചോറിൽ രക്തസ്രാവത്തിൻ്റെ BP മറ്റോ കൂടിയതോ വ്യത്യാസം വന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം രക്തസ്രാവം ഉണ്ടായി. SP മെഡിഫോർട്ടിൽ കൊണ്ട് ഇഞ്ചക്കലുള്ള SP മെഡിഫോർട്ടിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഡോക്ടർ K. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ന്യൂറോ സർജൻ, ഓപ്പറേഷൻ നടത്തി. പക്ഷേ അത് അലംഭാവപൂർവ്വമുള്ള ഓപ്പറേഷൻ ആണ് എന്ന് 17/5-നാണ് ഓപ്പറേഷൻ നടത്തിയത്. അലംഭാവപൂർവ്വമുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്ന് ആളുകളെല്ലാം അവരുടെ മകൾ പരാതി കൊടുത്തിട്ടുണ്ട്. വട്ടിയൂർക്കാവ് വില്ലേജിലെ സരസ്വതി വിദ്യാലയത്തിനടുത്താണ് പ്രണവം എന്ന് പറയുന്ന വീട്ടിലാണ് നന്ദകുമാർ IAS താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ മാറ്റി അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നു. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ കിംസിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം കോമ സ്റ്റേജിലാണെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന് ജീവൻ വയ്ക്കട്ടെ, അദ്ദേഹം ജീവിച്ച് തിരിച്ചു വരട്ടെ. കാരണം 68 വയസ്സ് മാത്രമേ ഉള്ളൂ. വളരെ വലിയൊരു പ്രതിഭയാണ്. പ്രതിഭയല്ല, ആരായാലും ജീവിച്ചിരിക്കണം. പക്ഷേ പ്രതിഭകൾ ജീവിച്ചിരുന്നാൽ സമൂഹത്തിനും കൂടി വലിയ ഗുണം കിട്ടുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ നമ്മുടെ മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച് സംസാരിക്കാതെ പോകുന്നത് ശരിയല്ല. ഞാൻ ഒരിക്കൽ എനിക്ക് തന്നെ വ്യക്തിപരമായ ഒരു അനുഭവമുണ്ട്. 1 അല്ല 2 അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഡോക്ടർമാർ എന്താണ് ചെയ്യുന്നത്? ഒരിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിൻ്റെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ചെന്നപ്പോൾ ഓപ്പറേഷൻ തീയതി നിശ്ചയിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. ഓപ്പറേഷൻ തിയേറ്റർ നിശ്ചയിക്കുന്നേ ഇല്ല. ഞാൻ അദ്ദേഹത്തിനാണെങ്കിൽ തിരിച്ച് ദുബായിൽ പോകണം. എൻ്റെ ഒരു അടുത്ത ബന്ധുവാണ്. പക്ഷേ തിരിച്ച് പോകണം. ദുബായിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിലാണ് നാട്ടിൽ വന്നത്. തിരിച്ച് പോവുകയും വേണം. പക്ഷേ ഓപ്പറേഷൻ നടത്തുന്നില്ല. അങ്ങനെ ഞാനന്ന് വിദ്യാർത്ഥിയാണ്, ചെറിയ പ്രായമാണ്. പക്ഷേ ഞാനാണ് ജ്യേഷ്ഠൻ എന്നുള്ള നിലയിൽ ഇതെല്ലാം ഓടി നടന്ന് മെഡിക്കൽ കോളേജിൽ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആ മെഡിക്കൽ കോളേജിൽ ആ ഓപ്പറേഷൻ നടത്തേണ്ട ഡോക്ടർ എന്നെ പോയി കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് അവിടുത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടില്ലയോ? ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടാൽ മാത്രമേ ഈ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടു. ഉള്ളൂർ പ്രശാന്ത് നഗറിലുള്ള ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഓപ്പറേഷനൊക്കെ നമുക്ക് നാളെയോ മറ്റന്നാളോ നടത്താം, പക്ഷേ എനിക്ക് തരേണ്ടത് എനിക്ക് തരണം. ഞാൻ ചോദിച്ചു, സാർ എന്താ? ഞാനന്ന് ഈ കുറച്ച് വിപ്ലവവും തീവ്രവാദവും ഒക്കെ കൊണ്ട് നടക്കുന്ന സമയമാണ്, ഈ അഴിമതിക്കെതിരെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും തരാൻ പറ്റും. അപ്പോൾ പറഞ്ഞു എങ്കിൽ ഓപ്പറേഷൻ നടക്കില്ല. ഞാൻ വെണ്ടയ്ക്കയും ഉള്ളിയും കൊടുത്തൊന്നുമല്ല പഠിച്ചത്, പൈസ കൊടുത്താണ് പഠിച്ചത്, ലക്ഷങ്ങളായിട്ടുണ്ട്, എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് 5000 രൂപ അദ്ദേഹം വാങ്ങി. ചോദിച്ചു. ഞാനപ്പോൾ തന്നെ അന്ന് ഗൂഗിളും ATM-ഉം ഒന്നും ഇല്ലാത്ത കാലമാണ്. ഞാൻ വീട്ടിൽ പോയി പൈസ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. പിറ്റേ ദിവസത്തേക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു ഉച്ചയ്ക്ക്. ഫിക്സ് ചെയ്തില്ല, പിറ്റേ ദിവസം നടത്താം, നമുക്ക് ഉടനെ തന്നെ നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നു. ആ സിസ്റ്ററെ കണ്ട് വീണ്ടും ചെന്ന് പറഞ്ഞു, സിസ്റ്ററെ ഞാനിങ്ങനെ ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ട്, പണം കൊടുത്ത കാര്യം പറഞ്ഞില്ല, കണ്ടിട്ടുണ്ട്, ഓപ്പറേഷൻ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ കിട്ടത്തില്ല, ഇവിടുത്തെ സൂപ്രണ്ടിനെ പോയി കാണണമെന്ന് പറഞ്ഞു. അന്നിരുന്ന സൂപ്രണ്ട് വലിയ അഴിമതിക്കാരനായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നുമല്ല, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടൊക്കെ കാലമൊക്കെ മാറിയിട്ടുണ്ട്. വലിയ അഴിമതിക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെയും പോയി കാണേണ്ടി വന്നു. പേര് ഞാൻ പറയുന്നില്ല, രണ്ടുപേരെയും പേര് എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, കാരണം അവരുടെ മക്കളൊക്കെ ചെറുമക്കളൊക്കെ ജീവിച്ചിരിക്കുമല്ലോ, അവർ കേൾക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ഔന്നത്യം കൊണ്ട് പറയുന്നില്ല, ഒരു ചാനലിലൂടെ പറയുന്നത് ശരിയല്ല. അപ്പോൾ വീണ്ടും സൂപ്രണ്ടിനെ പോയി കണ്ട് ചെറിയ പൈസ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എത്ര ദുരന്തം! മെഡിക്കൽ കോളേജ് പോലുള്ള സർക്കാർ ആശുപത്രികളിലാണെങ്കിൽ പണം കൊടുത്താലേ ഓപ്പറേഷൻ നടത്തൂ എന്നുള്ളൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയും വീട്ടിൽ പോകുന്നത് അനുവദിക്കാത്തത്, ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറേ കൂടെ മെച്ചമാണ് ഈ സംവിധാനങ്ങൾ. പക്ഷേ സ്വകാര്യ ആശുപത്രി എടുത്താലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നു. പിന്നെ അവയവങ്ങൾ മുറിച്ച് മാറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ പല ഹോസ്പിറ്റലിൽ നിന്നും വരുന്നുണ്ട്. സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ നന്നായി നടത്തുന്ന ഹോസ്പിറ്റലുകളുണ്ട്. നല്ല രീതിയിൽ ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട്. ആവശ്യത്തിന് മിനിമം പണം മാത്രം വാങ്ങിച്ച് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലുകൾ മാത്രമല്ല പ്രശ്നമായിരിക്കില്ല, അവിടെ വരുന്ന ഏതെങ്കിലും ഡോക്ടറുടെ കയ്യബദ്ധമോ എടുക്കുന്നൊരു തീരുമാനമോ ഉപയോഗിക്കുന്ന മരുന്നോ ഒക്കെ പ്രശ്നമാകാം. അല്ലാതെ ഒരു ഹോസ്പിറ്റലിനെ മാത്രം നമ്മൾ അടച്ചാക്ഷി, ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിനായാലും അവിടെ ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരാളിന് ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റൽ മൊത്തം പ്രശ്നമാണെന്ന് നമ്മൾ പറയണ്ട. ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു പുഴുക്കുത്ത് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ മനോഹരമായ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും നമ്മുടെ നാട്ടിലുണ്ട്, സർക്കാർ സംവിധാനവുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മെഡിക്കൽ എത്തിക്സ് പാലിക്കുവാൻ ഡോക്ടർമാർ നോക്കണം, ഹോസ്പിറ്റലുകളും നോക്കണം. പണമൊക്കെ വേണം നമുക്ക്, പക്ഷേ ഒരു എത്തിക്സ് ആവശ്യമുണ്ട്. ആ മെഡിക്കൽ എത്തിക്സിലേക്കുള്ള ഹോസ്പിറ്റലുകളെ വേണം നമ്മൾ പ്രൊമോട്ട് ചെയ്യുവാനും ഡോക്ടർമാരെയും. അങ്ങനെ സമൂഹം കൂടെ തീരുമാനിച്ചാൽ
തീർച്ചയായിട്ടും നമുക്കൊരു എത്തിക്സ് കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ നന്ദകുമാർമാരും നമ്മുടെ ആളുകളുമെല്ലാം രക്ഷപ്പെടേണ്ടത് കാലത്തിൻ്റെ ഒരാവശ്യമാണ്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമാണ്, ഉദാത്തമാണ്. അതിലേക്കാൾ ഉപരി അത് ദൈവികമായൊരു പ്രവൃത്തിയാണ്. മറ്റൊരാളുടെ ജീവനാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഇഞ്ചക്ഷൻ, നമ്മൾ കൊടുക്കുന്ന മരുന്ന്, നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ലാബ് റിപ്പോർട്ട്, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ ബന്ധുക്കളും മിത്രാദികളും സുഹൃത്തുക്കളും എല്ലാം പുറത്തുനിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമ്മളെ കയ്യിൽ തന്നിരിക്കുന്നത് ഒരു ജീവനാണ്. നമ്മുടെ ഒരു കൈപ്പിഴ കൊണ്ട്, നമ്മുടെ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട്, നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ട്, ഒരു കണ്ണിമ വെട്ടുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്നത് ഒരു ജീവനായിരിക്കുമെന്ന് എല്ലാ ഡോക്ടർമാരും ഹോസ്പിറ്റലുകളും തിരിച്ചറിയുക. നന്ദകുമാർ ഏറ്റവും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ.